ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ: ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെൻറ്റ് പാസാക്കിയ വർഷം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെൻറ്റ് പാസാക്കിയ വർഷം 2005. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെൻറ്റ് പാസാക്കിയ വർഷം 2005. ഗ്രാമീണ ജനങ്ങൾക്ക് 100 ദിവസത്തെ ജോലി ഉറപ്പാക്കി കൊടുത്തുകൊണ്ടുള്ള പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമീണ ജനങ്ങൾക്ക് 100 ദിവസത്തെ ജോലി ഉറപ്പാക്കി കൊടുത്തുകൊണ്ടുള്ള പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം 2005 സെപ്റ്റംബർ 7. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം 2005 സെപ്റ്റംബർ 7. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത സ്ഥലം ആന്ധ്രാപ്രദേശിലെ അനന്ത്പൂർ ജില്ലയിലെ ബണ്ടിലപ്പള്ളി, 2006 ഫെബ്രുവരി 2. അപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത സ്ഥലം ആന്ധ്രാപ്രദേശിലെ അനന്ത്പൂർ ജില്ലയിലെ ബണ്ടിലപ്പള്ളി, 2006 ഫെബ്രുവരി 2 ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഗ്രാമീണ ജനങ്ങൾക്ക് 100 ദിവസത്തെ ജോലി ഉറപ്പാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം 2005 സെപ്റ്റംബർ 7. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത സ്ഥലം 2006 ഫെബ്രുവരി 2 ആന്ധ്രാപ്രദേശിലെ അനന്ത്പൂർ ജില്ലയിലെ ബണ്ടിലപ്പള്ളിയിലാണ്. MRNREGA മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, MRNREGA പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ ജില്ലകളാണ് പാലക്കാട്, വയനാട്. അപ്പോൾ MRNREGA പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ ജില്ലകളാണ് പാലക്കാടും വയനാടും. ഈ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഈ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാന, 357 രൂപ. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ ഒരു ദിവസത്തെ വേതനം 333 രൂപ, 333 രൂപ. കോവിഡ് കാലഘട്ടത്തിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയ സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. കോവിഡ് കാലഘട്ടത്തിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയ സംസ്ഥാനം ഛത്തീസ്ഗഡ്. അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ ജില്ലകൾ വയനാടും പാലക്കാടുമാണ്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സ്ഥലം ഹരിയാന, 357 രൂപ. അതുപോലെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ ഒരു ദിവസത്തെ വേതനം 333 രൂപ. കോവിഡ് കാലഘട്ടത്തിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയ സംസ്ഥാനം ഛത്തീസ്ഗഡ്. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി. നിവേദിത പി ഹരൻ. കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി നിവേദിത പി ഹരൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ. കേരളത്തിൽ മന്ത്രിപദത്തിലെത്തിയ ആദ്യ വനിത KR ഗൗരിയമ്മ. കേരളത്തിൽ മന്ത്രിപദത്തിലെത്തിയ ആദ്യ വനിത KR ഗൗരിയമ്മ. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ O സജിത. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ O സജിത. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത ലക്ഷ്മി N മേനോൻ. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത ലക്ഷ്മി N മേനോൻ. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്ന ചാണ്ടി. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ. കേരളത്തിൽ മന്ത്രിപദത്തിലെത്തിയ ആദ്യ വനിത KR ഗൗരിയമ്മ. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ O സജിത. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത ലക്ഷ്മി N മേനോൻ. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്ന ചാണ്ടി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത സുജാത മനോഹർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത സുജാത മനോഹർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത KK ഉഷ.
ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത ലീല സേത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത ലീല സേത്. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു. അപ്പോൾ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത സുജാത മനോഹർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത കെ ഉഷ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത ലീല സേത്. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു, ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഗവർണറായ ആദ്യ മലയാളി വനിത ഫാത്തിമ ബീവി, തമിഴ്നാട്. ഇന്ത്യയിൽ ഗവർണറായ ആദ്യ മലയാളി വനിത ഫാത്തിമ ബീവി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബീവി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബീവി. ഇന്ത്യയിലെ ആദ്യ വനിതാ വിദേശകാര്യ സെക്രട്ടറി ചോഗില അയ്യർ. ഇന്ത്യയിലെ ആദ്യ വനിതാ വിദേശകാര്യ സെക്രട്ടറി ചോഗില അയ്യർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മന്ത്രി വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മന്ത്രി വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത് കൗർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത് കൗർ. അപ്പോൾ ഇന്ത്യൻ ഗവർണറായ ആദ്യ മലയാളി വനിത ഫാത്തിമ ബീവി, തമിഴ്നാട്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബീവി. ഇന്ത്യയിലെ ആദ്യ വനിതാ വിദേശകാര്യ സെക്രട്ടറി ചോഗില അയ്യർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മന്ത്രി വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത് കൗർ. ഇന്ത്യയിലെ ആദ്യ വനിതാ IAS ഓഫീസർ അന്ന മൽഹോത്ര. ഇന്ത്യയിലെ ആദ്യ വനിതാ IAS ഓഫീസർ അന്ന മൽഹോത്ര. ഇന്ത്യയിലെ ആദ്യ വനിതാ IPS കിരൺ ബേദി. ഇന്ത്യയിലെ ആദ്യ വനിതാ IPS കിരൺ ബേദി. ഇന്ത്യയിലെ ആദ്യ വനിതാ DGP കാഞ്ചൻ ഭട്ടാചാര്യ. ഇന്ത്യയിലെ ആദ്യ വനിതാ DGP കാഞ്ചൻ ഭട്ടാചാര്യ. ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമസഭാ സ്പീക്കർ ഷാനോ ദേവി. ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമസഭാ സ്പീക്കർ ഷാനോ ദേവി. ഇന്ത്യയിലെ ആദ്യ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ സുശീല നെയ്യർ. ഇന്ത്യയിലെ ആദ്യ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ സുശീല നെയ്യർ. കേരളത്തിലെ ആദ്യ വനിതാ IPS ഓഫീസർ R ശ്രീലേഖ. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ R ശ്രീലേഖ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ അന്ന മൽഹോത്ര. ഇന്ത്യയിലെ ആദ്യ വനിതാ IPS കിരൺ ബേദി. ഇന്ത്യയിലെ ആദ്യ വനിതാ DGP കാഞ്ചൻ ഭട്ടാചാര്യ. ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമസഭാ സ്പീക്കർ ഷാനോ ദേവി. ഇന്ത്യയിലെ ആദ്യ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ സുശീല നയ്യർ. കേരളത്തിലെ ആദ്യ വനിതാ IPS ഓഫീസർ R ശ്രീലേഖ. കേരളത്തിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കറായ വനിത KO ഐഷബായി. കേരളത്തിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കറായ വനിത KO ഐഷബായി. കേരളത്തിലെ ആദ്യ പ്രോടേം സ്പീക്കറായ വനിത റോസമ്മ പുന്നൂസ്. കേരളത്തിലെ ആദ്യ പ്രോടേം സ്പീക്കറായ വനിത റോസമ്മ പുന്നൂസ്. അപ്പോൾ കേരളത്തിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കറായ വനിത KO ഐഷബായി. കേരളത്തിലെ ആദ്യ പ്രോടേം സ്പീക്കറായ വനിത റോസമ്മ പുന്നൂസ്.